അസ്സലാമു വെൽക്കം ബാക്ക് ടു ഫീസ്റ്റ് ആൻഡ് ഫാസ്റ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പലഹാരമാണ്. ഇപ്പോൾ റമദാനൊക്കെ പറ്റിയ നമുക്ക് വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരം ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡ് പോക്കറ്റ്. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ബ്രെഡ് നമുക്ക് ഈ പലഹാരം എത്ര എണ്ണം വേണം അതിനനുസരിച്ച് ബ്രെഡ് നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഞങ്ങളിവിടെ ഒരു 10 മുതൽ 15 വരെ ലോഫ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. പിന്നെ ക്യാബേജ് 1 കപ്പ്, ക്യാരറ്റ് 2 എണ്ണം, കുരുമുളക് 1 ടീസ്പൂൺ, മയോണൈസ് 1 ടേബിൾ സ്പൂൺ, തൈര് 1 ടീസ്പൂൺ. പിന്നെ ചിക്കൻ നമ്മളിവിടെ ഉപ്പും കുരുമുളകും ഇട്ടിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്, അത് വേണമെന്നൊന്നുമില്ല. പിന്നെ ഷുഗർ 1/2 ടീസ്പൂൺ. പിന്നെ നമ്മൾ ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. അത് മുക്കി പൊരിക്കാനുള്ളതാണ്. അത് ബ്രെഡ് ക്രംസ്. പിന്നെ അതിൽ നേരത്തെ പറഞ്ഞ പോലെ മുക്കി പൊരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുട്ട എടുത്തിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾ 3 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇതിനുള്ളിൽ ഫില്ല് ചെയ്യാനുള്ള അത് ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ക്യാബേജും ക്യാരറ്റും നമുക്കൊന്ന് ചോപ്പ് ചെയ്തെടുക്കണം. നമ്മളിവിടെ കോൾസ്ലോൺ ഉണ്ടാക്കുന്നത്, ഇപ്പോൾ നമ്മൾ ചിക്കനിൻ്റെ കൂടെയൊക്കെ നമുക്ക് കിട്ടുന്ന കോൾസ്ലോൺ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ക്യാരറ്റും ക്യാബേജും നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ക്യാരറ്റും ക്യാബേജും നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് അരഞ്ഞു പോകരുത്, തീരെ അരഞ്ഞ് പേസ്റ്റ് രൂപത്തിലൊന്നും ആകരുത്. നമുക്കത് ഇതുപോലെ കിട്ടണം. ഇനി നമുക്കതൊരു മിക്സിംഗ് ബൗളിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മളതൊരു മിക്സിംഗ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് മയോണൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി തൈര്, പഞ്ചസാര, കുരുമുളക്, ഉപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആവശ്യത്തിന് നമ്മുടെ ഇതിനനുസരിച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിക്കന് ഓപ്ഷണലാണ്, അതും ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കൻ ഇല്ലാതെയാണ് സാധാരണ കോൾസ്ലോ ഉണ്ടാക്കൽ, നമുക്ക് അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഒന്നുകൂടി ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെയാണ് കോൾസ്ലോ ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് ബ്രെഡ് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഏതെങ്കിലും ടിന്നിൻ്റെ അടപ്പ് വെച്ചിട്ട് നമുക്ക് അങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ബ്രെഡിൻ്റെ വലുപ്പത്തിനനുസരിച്ച് മാക്സിമം റൗണ്ട് ഷേപ്പായിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്ത് 2 പീസ് ബ്രെഡ് എടുത്തിട്ട് അത് ഒരുമിച്ച് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് രണ്ടും എടുത്തിട്ട് ബീറ്റ് ചെയ്ത് മുട്ടയിലൊന്ന് മുക്കിയെടുക്കാം. അതിൻ്റെ സൈഡാണ് നമ്മളിങ്ങനെ മുക്കിയെടുക്കുന്നത്. എന്നിട്ട് എല്ലാ സൈഡും നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അത് സൈഡെല്ലാം ഒന്ന് ക്ലോസ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം മുട്ടയിൽ മുക്കുന്നത് അതിൻ്റെ സൈഡ് ഭാഗങ്ങളായിരിക്കണം. എന്നിട്ട് ഇനി നമുക്കത് ബ്രെഡ് ക്രംസിൽ മുക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ എല്ലാം ഇങ്ങനെ ഇതുപോലെ ചെയ്തെടുക്കണം. ഇപ്പോഴും നമ്മൾ ഇതിൻ്റെ ഉള്ളിലൊന്നും ഫില്ല് ചെയ്തിട്ടില്ല. ഇപ്പോൾ നമ്മൾ 4 എണ്ണം അങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതുപോലെ എല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാൻ എടുത്ത് വെക്കാം. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ നമ്മൾ ഇത് ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ഓരോ പീസും നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ബ്രെഡ് ഇങ്ങനെ ഇട്ട് കൊടുത്ത് പെട്ടെന്ന് തന്നെ നമ്മൾ എണ്ണയിൽ നിന്ന് എടുക്കണം. കാരണം ഇതിലൊന്നും കുക്കാവാനൊന്നുമില്ല. ജസ്റ്റ് ഒരു ബ്രൗൺ കളറ് വരുമ്പോൾ തന്നെ നമുക്കത് എടുത്ത് മാറ്റണം.
അപ്പോൾ അതുപോലെ നമുക്കെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ വീണ്ടും പറയാണ്, നമ്മൾ ബ്രെഡ് പെട്ടെന്ന് തന്നെ എണ്ണയിൽ നിന്ന് എടുക്കണം, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. എല്ലാം അതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു പീസ് എടുത്തിട്ട് അത് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. അതിൻ്റെ നടുഭാഗം നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലൊരു പോക്കറ്റ് പോലെ നമുക്കിങ്ങനെ കിട്ടും. എന്നിട്ട് അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ നമ്മുടെ ഫില്ലിങ് നിറയ്ക്കുന്നത്. അപ്പോൾ ഒരു ചെറിയ സ്പൂൺ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു പീസിൽ നിന്ന് നമുക്ക് 2 എണ്ണം കിട്ടുന്നുണ്ട് നമ്മുടെ ബ്രെഡ് പോക്കറ്റ്. അപ്പോൾ ഇനി അതുപോലെ എല്ലാ പീസും നമ്മളങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ എല്ലാ ബ്രെഡ് പോക്കറ്റും നമ്മളിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ റമദാനൊക്കെ പറ്റിയ ഒരു പലഹാരമാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.